ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ വെജിറ്റബിൾസൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു വെജിറ്റബിൾസും ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് തക്കാളി ഉള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷന് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും മറക്കാതെ ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതിന് വേണ്ടി എടുത്തത് 1/2 കപ്പ് തുവരപ്പരിപ്പാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇനി കൂടുതൽ എടുക്കാമെന്ന് തോന്നണ്ട കേട്ടോ. കാരണം ഇത്ര തന്നെ മതിയാവും, നമുക്ക് കുറേ സാമ്പാർ ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. പിന്നെയും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഇത് പിന്നെ ഉണ്ടാക്കിയാൽ മതി. കാരണം കുറേ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ ഉണ്ടായിരുന്നു സാമ്പാർ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുക. കാരണം ഇത് പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളിലൊന്നും നല്ല കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലപോലെ ചെറിയ തീയിലിട്ട് ഞാനൊന്ന് ആദ്യം വറുത്തെടുക്കട്ടെ. നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ പെട്ടെന്നൊരു സാമ്പാർ വേണം തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി, ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇതിന് ടേസ്റ്റ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചോളാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ വറുത്ത് വെച്ച പരിപ്പൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ളിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വറവ് ചെയ്ത് അതിൽ ഈ പൊടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ തക്കാളി, ഉള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഇതൊന്ന് വാട്ടിയെടുക്കുക. തക്കാളി ഒന്നും ഉടഞ്ഞു പോകുന്നു വേണ്ട, കാരണം ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം നമ്മൾ പരിപ്പ് അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ല ജീരകം, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്തത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ആ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പ് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ പരിപ്പൊക്കെ ഉണ്ടായാൽ പിന്നെ അത് കുതിർന്ന് വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാറല്ലേ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ പരിപ്പ് പൊടിച്ചത് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ നിറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറേ നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട, ഒരു 2-3 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ കുറച്ച് പുളി ആദ്യം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നന്നായി വെള്ളം ചേരും കേട്ടോ. കാരണം ഈ പരിപ്പൊക്കെ ഒന്ന് ഈ ചൂടാറി വരുമ്പോഴേക്ക് ഒന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തോളാം. കാരണം നമുക്ക് ലൂസായിട്ട് ഇരുന്നാലും കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ നോക്കുമ്പോൾ നല്ല കുറുകിയിരിക്കുന്നുണ്ടാവും. കാരണം അത് പരിപ്പ് നമ്മൾ പൊടിച്ചെടുത്തതല്ലേ, അപ്പോൾ അതൊന്ന്
അതിൽ മിക്സായി വരുമ്പോഴേക്ക് കറി നല്ല തിക്കായിട്ടിരിക്കും. നിങ്ങൾക്ക് ഇനി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 കപ്പ് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി ഇനിയും തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ഒക്കെ ഇനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കിയാൽ ഒന്നുകിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയുണ്ട് ഇപ്പോഴും സാമ്പാറിന്. അപ്പോൾ നിങ്ങൾ കഴിക്കാൻ നേരം നോക്കുക. എന്നിട്ട് അത് കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.